IPL-മായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് IPL-ന്റെ ഓപ്പണിംഗ് സെറമണിയും ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. 18ാമത് എഡിഷൻ IPL-ന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകുമ്പോൾ വൈകിട്ട് 5 മുതൽ ഓപ്പണിംഗ് സെറമണി ഉണ്ടാകും. ഷാരൂഖ് ഖാൻ, ശ്രേയ ഘോഷാൽ തുടങ്ങിയവർ ഷോയിൽ പങ്കെടുക്കും. എങ്കിലും മഴ ഇപ്പോഴും വെല്ലുവിളിയായി തുടരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് കണ്ടറിയേണ്ട ഒന്നാണ്. പക്ഷേ 6 മണി കഴിഞ്ഞ് മഴയ്ക്കുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നിലവിലെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇന്നലെ നടക്കേണ്ടിയിരുന്ന രണ്ട് ടീമിന്റെയും പ്രാക്ടീസ് സെഷൻ മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. അടുത്ത അപ്ഡേറ്റ് LSG ഡൽഹി 4ാം മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് വേണ്ടി രണ്ട് ടീമുകളും ഇറങ്ങുമ്പോൾ രണ്ട് ടീമിലും താരങ്ങളുടെ അൺഅവൈലബിലിറ്റി പ്രശ്നമായി മാറിയിട്ടുണ്ട്. നിലവിൽ കാണുന്ന ന്യൂസ് പ്രകാരം KL രാഹുൽ ആദ്യ 2 മത്സരങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആകില്ല എന്നാണ് കാണുന്നത്. താരത്തിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട പേഴ്സണൽ റീസൺസ് ആണ് കാരണം. LSGയിൽ ഓൾറെഡി മയങ്ക് യാദവ് ആദ്യ പകുതി IPL മത്സരങ്ങളിൽ നിന്ന് പുറത്തായിരിക്കുമ്പോൾ മോഹ്സിൻ ഖാന് ഈ കംപ്ലീറ്റ് സീസൺ IPL നഷ്ടമാകുമെന്നാണ് കാണുന്നത്. മോഹ്സിൻ ഖാന്റെ പകരക്കാരനായിട്ടാണ് ഠാക്കൂർ നിലവിൽ LSGയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ട്. എങ്കിലും ഈ റീപ്ലേസ്മെന്റ് ഒഫീഷ്യലായിട്ടില്ല. ഇവരെ കൂടാതെ ആവേശ് ഖാനും നിലവിൽ IPL കളിക്കാനുള്ള ക്ലിയറൻസ് പരിക്ക് മൂലം ലഭിച്ചിട്ടില്ല. ടീമിന്റെ 3 മെയിൻ ബോളേഴ്സ് തന്നെയാണ് ലൈനപ്പിന് പുറത്തായിരിക്കുന്നത്. ഇത് LSG എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്.